ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ലൊരു ഇറച്ചി മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ കറിയിലും ബീഫ് കറിയിലൊക്കെ നമുക്ക് ഈ ഒരൊറ്റ മസാല മാത്രം മതിയാകും. വളരെ രുചികരമായിട്ടുള്ള കറികളും റോസ്റ്റും ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഇറച്ചി മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ എല്ലാം തന്നെ മെഷർ ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. എല്ലാം ഗ്രാം കണക്കിലാണ്. ആദ്യം നമുക്ക് വേണ്ടത് മല്ലിയാണ്. 1/2 കിലോ അളവിൽ 500 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ മല്ലി എടുക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് മുളകാണ്. എരിവുള്ള മുളകിൽ 50 ഗ്രാമാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കശ്മീരി മുളകാണ്. 150 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ മുളക് എടുക്കുന്നത്. കശ്മീരി മുളക് ആകുമ്പോഴത്തേക്ക് നല്ലൊരു കളർ കൊടുക്കും നമ്മുടെ കറിക്കെല്ലാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ കശ്മീരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് 250 ഗ്രാം അളവിൽ പിരിയമുളക് എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ മല്ലിയും മുളകും എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. കാരണം ഈ മല്ലിയിലും മുളകിലെല്ലാം അത്യാവശ്യം നല്ല പൊടിയഴുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നന്നായിട്ട് ഒരു ദിവസം ഒന്ന് കഴുകി ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. 150 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് പെരിഞ്ജീരകം എടുക്കുന്നത്. ചെറിയ ജീരകമല്ല, വലിയ ജീരകമാണ്. 5 ഗ്രാം അളവിൽ ചെറിയ ജീരകം. കൂടെ പിന്നെ വേണ്ടത് ഏലക്കായയാണ്. 10 ഗ്രാം ഏലക്കായ എടുത്തിട്ടുണ്ട്. കൂടെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗ്രാമ്പു ആണ്. 5 ഗ്രാം അളവിൽ ഗ്രാമ്പു എടുക്കാം. 5 ഗ്രാമിൻ്റെ ഒരു പീസ് കറുവപ്പട്ടയും കൂടി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുരുമുളകാണ്. 10 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ കുരുമുളക് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വയനയിലയാണ്. ഒരു 5 ഗ്രാം അളവിൽ നമുക്ക് വയനയില എടുക്കാം. ഇത്രയും ചേരുവകളായി കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമുക്ക് ചേർക്കേണ്ടത് അരിയാണ്. അതായത് നമ്മൾ സാധാരണ അരി വയ്ക്കുന്ന അരി ഏതാണോ അത് തന്നെ എടുക്കാം. 30 ഗ്രാം അളവിലാണ് കേട്ടോ നമുക്ക് അരി വേണ്ടത്. വെള്ള അരി വേണം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ അരി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം അരി ചേർക്കുന്നത്. ഇനി നമ്മൾ അളന്ന് വെച്ചിരിക്കുന്നതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ആദ്യം നമുക്ക് മല്ലി വറുത്തെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. നമ്മുടെ മല്ലിയുടെ നല്ലൊരു ഫ്ലേവർ വന്നു തുടങ്ങും. മല്ലിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. അതുവരെ നമ്മളൊന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളതൊന്ന് വറുത്തെടുക്കാനായിട്ട്. കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഒരല്പസമയം കൊണ്ട് ഞാനിതൊന്ന് വറുത്ത് കൊടുക്കുകയാണ്. അത്രയും നേരം കൊണ്ട് തന്നെ നമ്മുടെ മല്ലിയുടെ കളറൊക്കെ നന്നായിട്ട് ഇന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ഫ്ലേവറൊക്കെ വരികയാണ്. ആ മല്ലിയുടെ കളർ ഒന്ന് മാറി തുടങ്ങുന്ന സമയം അതുവരെയാണ് കേട്ടോ നമ്മളിതൊന്ന് വറുക്കേണ്ടത്. അപ്പോൾ ഇത്ര തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വറുക്കേണ്ടത് മുളകാണ്. മുളക് വറുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്നും ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വറുക്കാനായിട്ട്. നമ്മളിത് ഓരോന്നും സെപ്പറേറ്റായിട്ട് വറുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ വേഗമാണ്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് വറുക്കാൻ വേണ്ടി പറ്റില്ല. എങ്കിൽ പിന്നെ മുളക് നന്നായിട്ട് മുരിയാതെ കിട്ടും. ബാക്കി ചെറിയ ചെറിയ ചേരുവകളൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകും. അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകും. അതിൻ്റെ പേരിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. മുളക് വറുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എങ്കിൽ പിന്നെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ട് മുളക് മുരിഞ്ഞ് കിട്ടില്ല. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുളകെല്ലാം ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നല്ല ചിരിച്ചിലാന്നിങ്ങനെ ഇതുപോലെ സൗണ്ടും ഉണ്ടാവും. നന്നായിട്ട് ആ ഒരു മുരിഞ്ഞ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് വറുക്കേണ്ടത് പെരിഞ്ജീരകമാണ്. കൂടെ തന്നെ ചെറിയ ജീരകവും ചേർക്കാം. നമ്മൾ ഈ മല്ലി വറുത്തതുപോലെ ഈ പെരിഞ്ജീരകവും ചെറിയ ജീരകവും വറുക്കേണ്ട ആവശ്യമില്ല. അതായത് കളർ മാറുന്നത് വരെ വറുക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിക്ക് ഇതൊന്ന് ചൂടാകുന്നത് വരെ മാത്രം ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. നല്ലൊരു മണം വരും. അതുവരെ മാത്രം. ഇപ്പോൾ നമ്മുടെ ഈ പെരിഞ്ജീരകം ഇങ്ങനെ ഒന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല രീതിക്ക് പെരിഞ്ജീരകം എല്ലാം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനിയും നമ്മളൊരല്പസമയം കൂടി വറുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ മാറി തുടങ്ങും. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം വറുത്തെടുക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ അരിയും ചേർക്കാം. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളതൊന്ന് വറുത്തെടുക്കാനായിട്ട്. നമ്മുടെ അരിയെല്ലാം നല്ല രീതിക്ക് ഒന്ന് മൊരിഞ്ഞ് തുടങ്ങും, ഇങ്ങനെ പെരുകി തുടങ്ങും. അതുവരെ വേണം കേട്ടോ നമ്മളതൊന്ന് വറുത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സ്പൈസസ് എല്ലാം നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അരിയെല്ലാം നല്ലതുപോലെ ഇങ്ങനെ പഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാകും. ഇത് നമുക്ക് മാറ്റാം. വറുത്തെടുത്ത ചേരുവകളൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്കിതുപോലെ ഈ വയനയിലേക്ക് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. ഈ രീതിക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ കറുകപ്പട്ടയൊക്കെ ഇതുപോലെ ഒന്ന് ഒടിക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒടിഞ്ഞ് കിട്ടും. നമ്മുടെ മല്ലിയെല്ലാം ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. ആ ഒരു രീതിക്ക് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ ചേരുവകളും ഇതുപോലെ എല്ലാ ചേരുവകളും ഒന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുളകും ഒന്ന് കയ്യിലേക്ക് എടുത്തൊന്ന് പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ പപ്പടം പോലെ ഇങ്ങനെ പൊടിഞ്ഞു പോകണം
കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് നമ്മുടെ മല്ലിക്കും മുളകിനും എല്ലാം. ഈ ചൂട് നന്നായിട്ട് തന്നെ മാറിയിട്ട് നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിലായിട്ട് കുറച്ചായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് നേരെ തന്നെ മില്ല് കൊടുത്തും പൊടിക്കാവുന്നതാണ്. മില്ല് കൊടുത്ത് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നമുക്ക് വീട്ടിൽ പൊടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അല്പമായിട്ട് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ മില്ലിൽ കൊടുത്തിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. എപ്പോഴും ഞാൻ ഇതുപോലെ തയ്യാറാക്കിയിട്ട് മില്ലിൽ കൊടുത്താണ് പൊടിക്കുന്നത്. കാരണം നമ്മൾ വീട്ടിലിത് പൊടിച്ചെടുക്കുമ്പോൾ കുറച്ചധികം സമയം എടുക്കും. അടുത്ത് മില്ലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ ഇത് പൊടിച്ചെടുക്കാവുന്നതാണ്. നല്ല ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്കാണ് കേട്ടോ ഈ ചേരുവകളൊക്കെ ചേർത്തിട്ട് പൊടിച്ചെടുക്കാനായിട്ട്. നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഞാനിത് മില്ലിൽ കൊടുത്ത് നന്നായിട്ടിരുന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതോടെ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഇത് നന്നായിട്ട് തന്നെ റൂം ടെമ്പറേച്ചറിൽ തണുത്ത് കഴിഞ്ഞിട്ട്, അതായത് മില്ലിൽ പൊടിച്ചെടുക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാകും മസാലയ്ക്ക്, നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ലൊരു എയർടൈറ്റായിട്ടുള്ള ബോട്ടിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് പുറത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മാസം വരെ ഇത് സ്റ്റോർ ചെയ്യാം. അതല്ല ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം, ഒരു അല്പം ചെറിയൊരു അളവിൽ മാത്രം എടുത്ത് നമുക്ക് പുറത്തും വെച്ചിരിക്കാം. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ അങ്ങനെ സൂക്ഷിക്കുക. അങ്ങനെ ഒരുപാട് മാസം വരെ കേടാകാതെ ഇരിക്കും. ഇതുപോലൊരു ഇറച്ചി മസാല കൂട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എക്സ്ട്രാ വേറെ മസാലകളൊന്നും ചേർക്കണ്ട കേട്ടോ. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം അങ്ങനെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നും എത്രത്തോളം ടേബിൾ സ്പൂൺ വേണോ അതിനനുസരിച്ചിട്ട് ഇടാം. ഇപ്പോൾ 1 കിലോ ചിക്കനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മസാല ഇതിൽ നിന്ന് മതിയാവും. എക്സ്ട്രാ നമ്മൾ കൂടി ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി മാത്രമാണ്. അപ്പോൾ ഈ ഒരു മസാല കൂട്ടി വെച്ചിട്ടുള്ള റെസിപ്പി വേഗം തന്നെ ഞാനൊന്ന് പോസ്റ്റ് ചെയ്യാം. ഇതുപോലൊരു ഇറച്ചി മസാല നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് ചിക്കനും ബീഫും ഒക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കാരണം നമ്മളിത് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെ വീട്ടിൽ ഇതുപോലൊരു ഇറച്ചി മസാല ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.